കഥനക്കുറ്റി പൊതിഞ്ഞിട്ടാണ് ഇടിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഈ വാരിയല് പൊടിയുണ്ടായി. 2 തവണ ഈ ചെവി രണ്ടും ആഞ്ഞടിച്ചു. അങ്ങനെയാണ് എൻ്റെ ശ്രവണപടം പൊട്ടുകയുണ്ടായി. പോലീസ് എപ്പോഴും ഒരു മർദ്ദന ഉപകരണം തന്നെയാണ്. ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു ആദ്യ ഭാഗം മാത്രമാണ്. പിന്നീടുള്ള സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളത്. 94 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നു. ആ സന്ദർഭത്തിലാണ് അതേ ദിവസം അന്നത്തെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ ഒപ്താൽമോളജി അവരുടെ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ അബാദ് പ്ലാസ ഹോട്ടലിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാവരും DYFI പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു. ലാത്തി ചാർജ് നടന്നു, ഞങ്ങളെ വലിച്ചു കഴിച്ച് കൊണ്ടുപോവുകയാണ്. ആ ചിത്രമാണിത്. ഞങ്ങൾ ഈ ലോക്കപ്പിൽ നിന്ന് നേരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകണം. ഒന്നിച്ചല്ല, ഒരാൾ വിളിക്കും. എന്നിട്ട് ഇവർ ചുറ്റും നിന്നിട്ട് ഭീകരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഥനക്കുറ്റി ഉണ്ടെന്ന് ആ കഥനക്കുറ്റി പൊതിഞ്ഞിട്ടാണ് ഇടിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഈ വാരിയല് പൊടിയുണ്ടായി. 2 തവണ ഈ ചെവി രണ്ടും ആഞ്ഞടിച്ചു. അങ്ങനെയാണ് എൻ്റെ ശ്രവണപടം പൊട്ടുകയുണ്ടായി. ഈ മർദ്ദനം കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വരാന്തേ കൊണ്ടു. അപ്പോൾ ഒരു അർദ്ധരാത്രി ആവാറായി ഓരോരുത്തരെയും. എന്നിട്ട് നമ്മൾ കാല് നീട്ടി ഇരുത്തും. 2 പേര് അപ്പുറത്ത് നിൽക്കും. ഇപ്പുറത്ത് ചൂരലുകൊണ്ട് കാൽവെള്ളയിലടിക്കും. അത് ഒടിയുന്നവരടിക്കും. അന്നത്തെ കാലത്ത് ഈ മർദ്ദനമൊക്കെ ഏൽക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണ് എന്താ പറഞ്ഞിരുന്നത് ചെറുപ്പത്തിൽ? പത്രത്തിൽ വന്നപ്പോൾ അച്ഛൻ പിന്നെ അന്ന് പച്ചൻ ജീവിച്ചിരിപ്പില്ല. ഈ പത്രങ്ങളൊക്കെ മാറ്റി. അമ്മ കണ്ടാൽ പ്രശ്നമാവില്ല. പോലീസ് എപ്പോഴും ഒരു മർദ്ദന ഉപകരണം തന്നെയാണ്. കുറേ കൂടി മാറ്റം പോലീസിൽ വരേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിലാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.